ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണതേ എല്ലാവർക്കും സുഖമല്ലേ, അത് ആദ്യം ചോദിക്കട്ടെ. നല്ല മഴ അല്ലേ? എന്ന് ഞാൻ പറയാൻ പോണത് എന്താ വെച്ചാല്, നമ്മളെ ഈ മഴക്കാലത്ത് മുടി വളർച്ച കൂട്ടാൻ നമ്മൾക്ക് ഈ മാസ്കുകളൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്കൊരു അടിപൊളി എണ്ണ തേക്കാം. എങ്കിൽ നമുക്ക് ഒരുപാട് കെയർ ഒന്നും കൊടുക്കണ്ട. വല്ല ഉലുവ വെള്ളമോ ഉള്ളി ജ്യൂസോ സാധിക്കിച്ച തേച്ചാൽ മതി. അത് എന്താ എണ്ണ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. അപ്പൊ ഈ മഴക്കാലത്ത് നമുക്ക് പറിക്കാൻ കിട്ടുന്ന നമ്മളുടെ വീട്ടിലുള്ള ഒരു സാധനം, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട, ഒരേ ഒരു സാധനം. എനിക്ക് അമ്മായിന്റെ ചേച്ചിമാർക്കും കുട്ടിക്കാലത്ത് ഉണ്ടാക്കി തന്നതും തേച്ചിട്ടുള്ളതുമാണ്. ഒരുപാട് മുടി തഴച്ചു വളർന്നിട്ട് അനുഭവമാണ് കേട്ടോ. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടാവും മുടി ഇത് തേച്ചു കഴിഞ്ഞാൽ. നമ്മൾ പാരമ്പര്യം പറഞ്ഞിരിക്കരുത്, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് മുടി ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് മുടി ഉണ്ട്, ഇതൊന്നും ആരും പറയണ്ട. നമ്മൾ വെള്ളം കുടിക്കുക, കുറേശ്ശെ ചെറിയ എക്സസൈസ്, പിന്നെ നമ്മൾ മുടി കൂടില്ലാതെ വെക്കുക, മനസ്സിലായല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എണ്ണയും കൂടി തേച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മുടി ഒരുപാട് കാണാൻ നിങ്ങൾക്ക് കിളിർത്ത് വരുന്നത്. അപ്പൊ എന്താ സാധനം ഞാൻ പരിചയപ്പെടുത്തി തരാം. കണ്ടോ, ഇത് നമ്മളെ പള്ളിയിൽ കൂടെ ഒക്കെ പോയി പറിച്ചു വന്ന കുട്ടികളെ വീഡിയോ എടുത്ത് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പെരുമഴയാണ്. അപ്പൊ എങ്ങനെയത് കഞ്ഞുണ്ണി പറയും, ചിലർ ഇതിന് ഭൃംഗരാജ എന്ന് പറയും, നമ്മ കയ്യോന്നി എന്ന് പറയണ്ട. അത്രയൊക്കെ പേര് എനിക്കറിയാട്ടോ. ചിലർ ഇത് എന്താണോ കേശവർദ്ധിനി എന്നും കൂടി പറയുന്നുണ്ട്. കണ്ടല്ലോ, ഇതിന്റെ ലക്ഷണങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചോ, പറിക്കുമ്പോ മാറണ്ട. കണ്ടല്ലോ, ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാലേ, നന്നായി മാറാലുണ്ടോ ചിലന്തി ഉണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പൊ നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകുക. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് നമ്മൾ കത്തിരി കൊണ്ട് മുറിച്ചിട്ട് കൊടുക്കുക. പണ്ടൊക്കെ നമ്മൾ ഈ ഉരലിട്ട് ഇടിച്ചിട്ട് ചാറ് പിഴിയാണ്. ഇതിന് നമ്മൾ വെള്ളം, ഇതിന്റെ തന്നെ വെള്ളം മതി, നമ്മൾ ആഡ് ചെയ്യണ്ട. അത്ര നീര് വേണ്ടു നമുക്ക്. അപ്പൊ നമ്മൾ ഇതിന് എത്ര നീര് കിട്ടിയോ അത്ര വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് നമ്മളിത് എണ്ണ കാച്ചാവൂ. ഒരുപാട് വെള്ളം കൂട്ടണ്ട. ഇതിൽ വേറെ ഒന്നും ചേർത്തണ്ട കേട്ടോ. ചിലര് കറ്റാർവാഴ, കരിഞ്ചീരകം, പിന്നെ ചെമ്പരത്തിപ്പൂവ്, അങ്ങനെ തുളസി, ഒരുപാട് സാധനങ്ങൾ കാച്ചി ഉണ്ടാക്കണ എണ്ണ വേറെ ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഈ ഒരേ ഒരു സാധനം വെളിച്ചെണ്ണയും കൂട്ടി മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ, മുടിയുടെ അനുഭവം കൊണ്ട് പറയാണ്, എൻ്റെ ചേച്ചിക്കൊക്കെ നിങ്ങൾ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ എണ്ണ മാത്രം ചേച്ചിട്ടാട്ടോ, അന്ന് വേറെ ഒന്നും തേക്കുന്നില്ല ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പൊ ഇത് എന്തൊക്കെയാ ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇത് ഒന്ന് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് കൊടുന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മളിത് കണ്ടോ, അധികം വെള്ളം കൂട്ടാതെ കണ്ടോ, പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയിരുന്നു. കണ്ടല്ലോ. ഇനി ഇത് നമ്മളൊരു അരിപ്പയിൽ ഇട്ടിട്ട് സ്പൂൺ, നമുക്കിത് തുണിയിൽ വേണമെങ്കിൽ ആക്കാട്ടോ. പഴയ തുണി ഉള്ളെങ്കിൽ, വൃത്തി വേണ്ട വിചാരിച്ചിട്ട് ഞാൻ താളി പിഴണേൽ വല്ലാതെ കറുത്ത കളർ ഉണ്ടാവും. ഈ എണ്ണ തേക്കിയ കാരണം നമ്മൾ അകാല നര പോകുന്നുണ്ട്. ഇപ്പൊ ഈ ആൾക്കാർക്ക് മുടി നരയ്ക്കണത് തന്നെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇങ്ങനത്തെ എണ്ണ തേക്കാതെ നമ്മൾ അങ്ങാടികളിൽ നിന്ന് എളുപ്പമാണ്, ഓരോ പേര് പറഞ്ഞിട്ട് ഓരോ എണ്ണ വരുന്നുണ്ട്. അതിൽ അവര് സുഗന്ധത്തിന് ഇത്തിരി പച്ചക്കർപ്പൂരം പൊടിച്ചിടാണ്. അത് നമുക്കും ചെയ്യാം, എല്ലാത്തിനും നല്ല കേട്ടോ. ഒരു ആന്റി ഫംഗസ് ഏജന്റ് ആണ് നമ്മളുടെ പച്ചക്കർപ്പൂരം. എല്ലാവരും പച്ചക്കർപ്പൂരം ഏറാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു കഷ്ണം പച്ചക്കർപ്പൂരം എല്ലാവർക്കും ഇതിലിടാട്ടോ. അപ്പോ എണ്ണ കാച്ചി കഴിഞ്ഞാൽ ചൂടാറുന്നതിന്റെ മുന്നേ നമ്മൾ ഇതിൽ പച്ചക്കർപ്പൂരം പൊടിച്ചിടുക. മനസ്സിലായല്ലോ. അപ്പൊ കണ്ടോ, ഇത് നമ്മളിങ്ങനെ വെച്ച ഇതിലേക്ക് വരുന്നുണ്ട്. കണ്ടല്ലോ, ഇത് ഈ ചണ്ടിയോടൊക്കെ നമ്മൾ ഒരിക്കലും എണ്ണ കാച്ചരുത്, കാരണം നമുക്ക് എണ്ണ കുറേ നശിച്ചു പോകും. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇതിന്റെ ജ്യൂസ് മാത്രമേ എടുക്കാവൂ. ഇത് വെള്ളം കൂട്ടാത്ത ജ്യൂസാണ്, ഇതിന് കിട്ടിയിട്ടുള്ള ജ്യൂസാണ്. എത്ര ജ്യൂസ് മതി നമുക്ക്, എത്ര എണ്ണ കാച്ചിയാൽ മതിയല്ലോ. കണ്ടല്ലോ, നമുക്ക് ഇത്രയും എണ്ണ കിട്ടിയിട്ടുണ്ട്, അല്ല ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കറുത്ത കളറുള്ള എണ്ണ കൂട്ടോ ഇത് ഉണ്ടാക്കുമ്പോ. അപ്പൊ ഇത് നമ്മൾ മുടിയിൽ തേച്ച് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ബെനിഫിറ്റ്സ്. മുടി കറുത്തിട്ട് വളരും. മുഴുവൻ നരച്ചവർക്ക് ഇത് കറക്കുക എന്നുള്ളതല്ല, നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുടി നരയ്ക്കാതെ കുറെ കാലം നീണ്ടു നിൽക്കും. പണ്ടത്തെ മുത്തശ്ശിമാരുടെ ഒരു മുത്തശ്ശിക്കൂട്ട എണ്ണയാണ് അത് കേട്ടോ. പണ്ടത്തെ മുത്തശ്ശിമാരെ, എൻ്റെ അമ്മമ്മ ഇതാണ് അമ്മയ്ക്ക് തേച്ച് കൊടുത്തിരുന്നത്. അമ്മ കുട്ടികൾക്കും. അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നെ അറിയണവർക്ക് മുഴുവനും അറിയാം എൻ്റെ അമ്മയുടെ മുടി. അത്രയും മുടിയാണ് എൻ്റെ അമ്മയ്ക്ക്. ഞാനൊരു നുണ പറയല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവും, കാരണം ഇതിപ്പോ എന്നെ പരിചയമുള്ളവർ ഒരുപാട് കാണും. മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇത് എങ്ങനെ നമ്മൾ എണ്ണ കാച്ചുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ ഇത് താരൻ, മുടി കൊഴിച്ചില്, അകാല നര എല്ലാം അതിനും കൂടിയുള്ള ഒരു മുത്തശ്ശിക്കൂട്ട എണ്ണയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് കാച്ചി കാണിച്ചു തരാം. അപ്പൊ നമ്മള് എണ്ണ കാച്ചാൻ തുടങ്ങാണ് കേട്ടോ. ഇത് നമ്മളെ അരിപ്പയ്ക്ക് ചെറിയൊരു ഓട്ടമുണ്ട്, കുറച്ച് ചെറിയൊരു ചണ്ടി ചാടിക്കണത് കുഴപ്പമില്ല, നമ്മൾക്ക് വിഷമൊന്നല്ല. പക്ഷെ സത്യത്തിൽ ഇതിൽ ശകരം ചണ്ടി പെടാതെ വേണം. ഞാൻ തുണി ഒന്നും പറയണ്ട, താളി തേച്ചൊന്ന് ഞാന്. അപ്പൊ അത് വല്ലാതെ നനവായിട്ടിരിക്കുക. ആ തോർത്ത തിരുമ്പിയിട്ടില്ല, കരണ്ട് അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പൊ വാഷിംഗ് മെഷീനിൽ ഇട്ട സമയം തിരുമ്പി കിട്ടിയില്ല. കണ്ടോ, അതിലേക്ക് ചണ്ടി ചാടിയത് കുഴപ്പമില്ല, എനിക്ക് ചാടിയതാണ്. അതൊന്നും ആയിട്ടില്ല. കണ്ടോ, ഒരു ഇലയാണ്. അപ്പൊ നമ്മളിത് കണ്ടോ, ഇത് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഇത് കാഴ്ച തിളച്ചു തോന്നുമ്പോൾ നമ്മൾ ഇത് എത്രയാണോ ഉണ്ടായിരുന്ന വെച്ചാൽ അത്ര എണ്ണ പാടുള്ളൂ, ഒട്ടും അധികം എടുക്കാൻ പാടില്ല.
എനിക്ക് ഇത്രയൊക്കെയാണ് അതില് കണ്ടോ ചാറ് കിട്ടിയുള്ളൂ. വെള്ളം പറന്ന് കൂട്ടാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുള്ളത്. വെള്ളം പറന്നതിന് ഫലമില്ല അത്രേ. അപ്പൊ കണ്ടോ എത്രയാണോ ചാറ് അത്ര എണ്ണ. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ എണ്ണ നമ്മൾ കാച്ചുക. നമ്മളിപ്പോ അങ്ങാടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ബൃങ്കരാജ് വെളിച്ചെണ്ണ പറഞ്ഞ് വരുന്നുണ്ട് അല്ലേ. എന്ത് വില കൊടുത്തിട്ടാണ് അത്? എന്താണോ വെളിച്ചെണ്ണ തന്നെയാണോ നമ്മൾ ആട്ടിയ എണ്ണയാണോ നമുക്ക് വിശ്വാസമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് മുടി വളരാൻ എന്നും വേണ്ടേ മക്കളെ മുടി നമുക്ക് അല്ലേ. അപ്പൊ ഏത് കാലത്തും നമ്മൾ മുടി വളർത്താൻ വേണ്ടി നമ്മൾ വീട്ടിലെ എണ്ണ ഉണ്ടാക്കാൻ പഠിക്കുക. ഇതിന് മൂപ്പ് എന്താണോ എങ്ങനെയാണോ എന്നൊക്കെ എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കണവരുണ്ട്. ഒന്നും നോക്കാല്ലേ, നമ്മളൊരു കറിവേപ്പില അതിൽ ഇട്ടാ മതിയേ. കുരുമുളക് മണിയോ കറിവേപ്പിലയോ ജീരകോ എന്തെങ്കിലും. അപ്പൊ അതിന്റെയൊക്കെ മൂപ്പ് നമുക്ക് ഇതിൽ കാണാലോ. നമുക്കൊന്ന് കടിച്ചു നോക്കാലോ ഇടയ്ക്ക് എടുത്തിട്ട്. എണ്ണ കാച്ചാൻ തുടങ്ങിയ പിന്നെ കഴിയുന്നവരെ നിർത്താതെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്കൊന്ന് സിമ്മിലിടണം. കണ്ടപ്പോ തിളച്ചു കണ്ടോ. ഇനി ഒന്ന് കുറയ്ക്കണം. ഇതിന്റെ ഖനം വല്ലാതെ ചെയ്യാൻ ഫലം ഉണ്ടാവില്ല. അപ്പൊ നമ്മളിതിങ്ങനെ കാച്ചും. അപ്പൊ ഇതിന്റെ മൂപ്പ് അറിയാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട എന്താ മൂപ്പ് എന്ന് കേട്ടോ. എണ്ണ ഇവിടെ മൂത്ത് വന്നു കേട്ടോ. കണ്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ മൂപ്പ് പാകാന്ന് അറിയാൻ ഈ കറിവേപ്പില ഇട്ട് നോക്കി അറിയാൻ. കണ്ടോളൂ. കണ്ടല്ലോ ഈ കറിവേപ്പിലക്ക് കണ്ട ഒരു വ്യതിയാനം സംഭവിക്കണ. കറിവേപ്പില ഒന്നിങ്ങനെ ഇരുന്ന് മൂക്കണാണല്ലേ നിങ്ങള്. അപ്പൊ ഈ എണ്ണ കാച്ചണവര് മുഴുവൻ ശ്രദ്ധിക്കുക. നമുക്ക് നല്ലതാണ് കറിവേപ്പില. ഏത് കുഞ്ഞു കുട്ടിക്ക് കാച്ചുമ്പോഴും കറിവേപ്പില അതിലൊരു പിടിയാണ് ഇടുക. അപ്പൊ നമ്മളെ എണ്ണ മൂപ്പ് ഏറുമില്ല. ഈ കറിവേപ്പിലയുടെ മൂപ്പ് നോക്കി നമുക്ക് എണ്ണ വാങ്ങിയേക്കും ചെയ്യാം. കണ്ടല്ലോ എണ്ണ മൂപ്പ് ഏറാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം ഒപ്പം കറിവേപ്പില ഇടാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എണ്ണ അത് നല്ല മൂപ്പ് പാകമായി നമ്മൾ ഗ്യാസ് കെടുത്തി. ഇനി ഇത് തണുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഊറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മളുടെ എണ്ണ കണ്ടോ ഇങ്ങനെ തെളിഞ്ഞു വരും. എണ്ണ കണ്ടല്ലോ ചണ്ടി വേറെ നിൽക്കും. അത് വിചാരിച്ചിട്ട് എണ്ണ കറുത്ത് പോവാതെ എല്ലാവരും ശ്രദ്ധിക്കണം. ആദ്യമൊക്കെ നമുക്ക് തീരെ കത്തിക്കാതിരുന്ന മൂപ്പൊന്നുമില്ല. അത് കൂട്ടിയും കുറച്ചും വെച്ചിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം. അപ്പൊ മൂത്തൂന്ന് ഏകദേശം തോന്നുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഗ്യാസ് നമ്മൾ കൂടുതൽ സിമ്മിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിലത്തെ എന്നോട് കുറെ ആളായി ചോദിക്കുന്നു എങ്ങനെ എണ്ണ കാച്ചണേ, എങ്ങനെ മൂപ്പ് അറിയണമെന്ന്. കണ്ടല്ലോ ഇതിലെ കറിവേപ്പില നമ്മളെ മിക്സ്ചറിലെ കറിവേപ്പില പോലെ കണ്ടോ. ശബ്ദം കേൾക്കണ്ടായിരിക്കെങ്കിലും ഇത് പൊട്ടണത്. ഇതങ്ങനെ കണ്ടല്ലോ അങ്ങനെ പൊടിഞ്ഞു. കണ്ടല്ലോ ഇതാണ് നമ്മളെ എണ്ണയുടെ മൂപ്പ്. അപ്പൊ ഏതെണ്ണ കാച്ചുമ്പോഴും യാതൊരു പേടിയില്ല കേട്ടോ. നമ്മൾ ഏതെണ്ണ കാച്ചുമ്പോഴും ഒരു കറിവേപ്പില ഒരു പിടിയിലും അവിടെ കൊടുന്നേക്കുക. എണ്ണ മൂത്തു തോന്നണോടുകൂടി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. കറിവേപ്പില അപ്പൊ നമുക്ക് മൂപ്പ് ഏറാതെ കിട്ടും. ഇത് കറക്കരുതെന്ന് മാത്രം കറിവേപ്പില. അതിന്റെ സ്വാഭാവിക നിറം മാറിയിട്ടില്ല. അതിൽ കക്കൻ കാരനാണേ. കണ്ടോ സ്വാഭാവിക നിറം മാറിയിട്ടില്ല. എന്നാൽ അത് മൂക്കും ചെയ്തണോ ഇതന്നെ കേട്ടോ എണ്ണയുടെ മൂപ്പ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ എണ്ണ കാച്ചാൻ ശ്രമിക്കണം. അപ്പോ ഇതെല്ലാവരും ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും ഹെയർ പാക്കുകളല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. മാസ്കുകൾ ചെയ്യാത്ത സമയത്ത് നമ്മൾ ഈ എണ്ണ തേക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സൗകര്യമാണ്. മുടി പെട്ടെന്ന് വളർന്നു കിട്ടും. മുടിയുടെ ശുശ്രൂഷയ്ക്ക് ഈ എണ്ണ മാത്രം മതി. കണ്ടല്ലോ ഈ എണ്ണയുടെ കളർ കണ്ടു എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു കറുപ്പ് പച്ചയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ നെല്ലിക്ക എണ്ണയുടെ അതേ ഗുണം തരുന്നുണ്ട് നമുക്ക് ഈ ബൃങ്കരാജ് വെളിച്ചെണ്ണ. അപ്പൊ നമ്മളിത് വീട്ടിൽ കാച്ചി എല്ലാവരും തേക്കണം. അപ്പൊ ഇനി ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കുറെ നേരമായില്ലേ പറയുന്നു. അപ്പൊ ഇനി എന്താ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.